നമസ്കാരം, ഞാൻ മിനി രവീന്ദ്രൻ. ആർക്സ് മീഡിയയുടെ മിഞ്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത് നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റും നീർദോശയാണ്. നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നാടൻ ചെമ്മീൻ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ മൺചട്ടി എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് 1 കിലോ ചെമ്മീൻ നല്ലോണം നന്നാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, അത് എരിവ് ആവശ്യാനുസരണം ഓരോരുത്തരുടെ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ നാളികേരം പകുതി മുറി കൊത്തി അരിഞ്ഞത് അതും ഇതിലേക്ക് ഇടുക. കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് മതി. ചെമ്മീന് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തീ കത്തിച്ച് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അപ്പുറത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ റോസ്റ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് വേപ്പില പൊട്ടിച്ചിടുക. ഇതിലേക്ക് 1 കിലോ ചെമ്മീനായതുകൊണ്ട് ഒരു 4 സവാള വലുതാണ് കുനുകുനാ നുറുക്കി വെച്ചിരിക്കുന്നത് ഇത് ചേർക്കുക. ഞങ്ങളുടെ കുഞ്ഞി അടുക്കള തോട്ടത്തിലുണ്ടായ മുളകാണിത്, അതുകൊണ്ട് ഇത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് ഭയങ്കര കൂടുതലാണ്. കറിമുളകാണെങ്കിൽ ഒരു 4-5 എണ്ണം വരെ ആവാം. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി നുറുക്കിയത്, പിന്നെ ഒരു 5 വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞത്, എല്ലാം ഒരുമിച്ചിടണം. ഒരു തക്കാളി വലുത് അതും നുറുക്കി ബാക്കി വേപ്പിലയും ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പച്ചമണം മാറി നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇത് വഴറ്റണം. മസാല വഴണ്ടി വന്നിട്ടുണ്ട്. ചെമ്മീൻ എന്തായി നോക്കാം, വെന്തോ നോക്കാം. നമ്മുടെ നാളികേരക്കൊത്തും ചെമ്മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ആ വെള്ളത്തോട് കൂടി തന്നെ മസാലയ്ക്ക് ഇടാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പും മുളകും ഇതെല്ലാം പാകത്തിനല്ലേ നോക്കുക. കൂടുതലോ കുറവുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി 5 മിനിറ്റും കൂടി നന്നായിട്ട് വേവിക്കണം. നമ്മൾ ചെമ്മീൻ എന്തായി നോക്കാം. ശരിയായിട്ടില്ല, വെള്ളം പോലെ വരണുണ്ടോ. അപ്പോൾ അതൊന്നുകൂടി കുറുകണം. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെമ്മീൻ്റെ പാകം അപ്പോൾ നല്ലോണം റോസ്റ്റായി നല്ല കുഴമ്പ് പോലെ ആയിട്ടുണ്ട്. വെള്ളം വരവൊക്കെ നിന്നു, എല്ലാം ഒന്നിനോടൊന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് വേപ്പില ഇടുക, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക, അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് നീർദോശ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നീർദോശയ്ക്ക് വേണ്ട സാധനങ്ങൾ 250 ml കപ്പിൽ നിറച്ചെടുത്തിട്ടുണ്ട് പച്ചരി. അത് നമ്മളൊരു 4 മണിക്കൂർ നേരം കുതിർത്തിടുക. നാളികേരം ചിരണ്ടിയത് 250 ml കപ്പിൽ തന്നെ ഒരു 3/4 ഭാഗത്തോളം എടുത്താൽ മതിയാവും. പച്ചരി നാളികേരം കൂടിയിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കാൻ പറയണമെന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോയാൽ ശരിക്കും അരഞ്ഞ് കിട്ടില്ല. അങ്ങനെ അരച്ച് വെച്ചിട്ടുള്ളതാണ് ഇത്. ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് നോക്കണം, എന്നിട്ട് വെള്ളം ചേർത്ത് അതിൻ്റെ പാകത്തിലേക്ക് ആക്കണം. നീർദോശയുടെ പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാവ് ദോശമാവിൻ്റെ ഇതല്ല, നല്ലോണം വെള്ളം പോലെ ഒഴിക്കുമ്പോൾ വെള്ളം പോലെ തന്നെ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അളവ് പറയണില്ല, അത് ഓരോരുത്തരുടെ നോക്കിയിട്ട് വെള്ളത്തിൻ്റെ പോലെ തോന്നുമ്പോൾ നിർത്തിയാൽ മതി. പിന്നെ നമുക്കിങ്ങനെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിറച്ചിങ്ങനെ ഡോട്ട് പോലെ വെള്ളയപ്പത്തിൻ്റെ ഒക്കെ പോലെ അങ്ങനെ അതായിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി വെള്ളം ചേർക്കേണ്ടി വരും. ഇപ്പോൾ കുറച്ചും കൂടി വേണം. ഇതിപ്പോൾ ശരിക്കും വെള്ളത്തിൻ്റെ പോലെ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് നീർദോശ ഉണ്ടാക്കാൻ ഇനി അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവാത്തോടത്തേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇത് ഒരു 3 സെക്കൻഡോളം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക, അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇത് വേവായിട്ടുണ്ടോ നോക്കാം. ആയിട്ടുണ്ട്. മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നമുക്ക് ഒരു കയ്യിലോണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. അടുത്തതും
ഓരോന്നോരോന്ന് ചെയ്ത് ചുട്ടെടുക്കുമ്പോഴും ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇടരുത്, കാരണം ഇത് ഒട്ടിപ്പിടിക്കും. ചൂടാറണ വരെ അങ്ങനെ ഒട്ടിപ്പിടിക്കലുണ്ട് ഇതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.